ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗ്രോസറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമുക്കൊരു ഗ്രോസറി പർച്ചേസ് ഉണ്ട്. അപ്പോൾ അതിന് സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽദിയാണ്. അൽദിക്ക് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രൈസ് കമ്പാരിസൺ ആണ്. നമ്മളിപ്പോൾ ഏഷ്യക്കാരും യു കെയിലോട്ട് വന്നു കഴിഞ്ഞാൽ അൽദി ആയിരിക്കും അധികം ചൂസ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണ് ഇവിടെ കമ്പാരിറ്റീവ്ലി വേറെ നമുക്ക് സ്റ്റോഴ്സിലൊക്കെ പോണതിനെക്കാട്ടിയും. അപ്പോൾ ആദ്യം നമ്മൾ ഈ വീഡിയോൻ്റെ ഒരു എന്താ വെച്ചാൽ ഞാൻ ഹൈഫിനോടൊരു ചോദ്യം. നമ്മൾ മറ്റേ ഗ്രോസറി പറഞ്ഞല്ലോ, നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഗ്രോസറീസ് എന്തൊക്കെയാണ്? ഒരു വീട്ടിലോട്ട് നമ്മൾ പോണ സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഗ്രോസറീസ് എന്തൊക്കെയാണെന്ന് അറിയോ? കേൾക്കണില്ല, കുറച്ച് സൗണ്ടിൽ പറ. അരി മാത്രം മതിയോ? വേറെ എന്തെങ്കിലുമൊക്കെ? പച്ചക്കറിയിൽ ഏതൊക്കെ ഉൾപ്പെടെ? അത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട പച്ചക്കറീസ് ഏതൊക്കെയാണ്? ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് ഒക്കെ എനിക്കറിയാം. നിങ്ങളെല്ലാവരും ഐഫനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ യെസ് എന്ന് പറയാം. എല്ലാത്തവരും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കണം. ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ട്രോളി എടുക്കണം. നാട്ടിലത്തെ പോലെ നമുക്ക് ട്രോളി ഇങ്ങനെ ഇതാക്കി എടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് അധികം എല്ലാ സ്റ്റോറുകളിലും നമുക്ക് കോയിൻ കിട്ടണം. ഇവിടുത്തെ ഒന്നില്ലെങ്കിൽ 1 പൗണ്ടിൻ്റെ കോയിനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സ്ട്രാ നമുക്ക് ഇടാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയൊരു കോയിനാണ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ അതെ ഹൈഫ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോയിനൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രോളീസ് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇതെന്തിനീ സിസ്റ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ട്രോളി തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. കാരണം ചില ആൾക്കാർ എടുത്തിട്ട് ട്രോളി അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് പോകുന്നൊരു സമ്പ്രദായം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും തിരിച്ച് ട്രോളി കറക്റ്റ് ആ ഒരു ട്രോളി ബേ തന്നെ കൊണ്ടുവയ്ക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് പർച്ചേസിന് പോകാം. ഹൈഫദ ഓടിപ്പോവാൻ നിൽക്കുകയാണ് ട്രോളി എടുക്കാൻ. ഉള്ളിൽ വെച്ച് ഏറ്റവും വലിയ ട്രോളി തന്നെ എടുക്കും. ഓക്കെ ഗായ്സ്, വെൽക്കം ബാക്ക്. ഹൈഫ എന്താണ്, ഓക്കെ അല്ലേ? ഇവിടെയൊക്കെ ചെറിയ ട്രോളി, അപ്പുറ സൈഡിലേക്ക് നടക്ക്. അതല്ല, അതൊക്കെ ചെറുത്, അങ്ങോട്ട് നടക്കാം. അവിടെ നിർത്താൻ വേഗം നടക്ക്, സമയം കളയാ. നല്ല തിരക്കുണ്ട് തോന്നുന്നില്ലെന്ന്. വേഗം ട്രോളി എടുക്ക്. അതെങ്ങനെ ഇടണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്ക്. ഇത് വേണ്ട, അത് വേണ്ട, മറ്റേ എടുക്ക്. എന്നാ എടുത്തോ. ഇള്ളയിൽ വെച്ച് ഏറ്റവും വലിയ ട്രോളി തന്നെ എടുത്തിട്ട് ഹൈഫദ മുന്നോട്ട് പോകുന്നുണ്ട്. നടക്ക്. ഇതാണ് ഷോപ്പിൻ്റെ എൻട്രൻസും കാര്യങ്ങളും. ഞങ്ങളങ്ങനെ ഷോപ്പിൻ്റെ അടുത്ത് വന്ന ഉടനെ ആൾക്ക് ഫ്ലവറിലോട്ടായിരിക്കും കണ്ണ്. അതെനിക്കറിയാം. ഫ്ലവറൊന്നും വാങ്ങി വെറുതെ നമ്മൾ കാശ് കളയാൻ പാടില്ല. നടക്കുന്നുണ്ട്, ഗ്രോസറി വാങ്ങാൻ നടക്കും. നോക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അത്യാവശ്യമായി വേണ്ട സാധനങ്ങൾ വേണ്ട ഹൈഫ് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താണ് തണ്ണിമത്തം വേണ്ടേ? എടുത്തോ. ഏതാ നല്ല നോക്കി എടുക്ക്. നോക്കട്ടെ, അതിൻ്റെ കഴിവ് നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ മുറിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കാണിച്ചെടുക്കാം. നീ എടുക്കുന്ന തണ്ണിമത്തൻ്റെ ആ ഒരു ഇതും ഇതൊക്കെ കണക്കാക്കിയിട്ട്. ഇവിടെ നമുക്ക് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇപ്പുറത്ത് നമുക്ക് പീലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിൾസ് ഉണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ അവിടെ കട്ടാണ്. പിന്നെ ഇവിടെ അങ്ങനെ ഓരോ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഹൈഫ പിന്നെ ഗ്രോസറി സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം കയ്യിലാക്കുന്ന ഒരു സാധനമാണ് എന്താണിത്? കുക്കുംബർ ഇല്ലാണ്ട് നടക്കില്ല എന്നാണ് പറയുന്നത്. തുടങ്ങിയിട്ടുണ്ട് ഹൈഫൻ്റെ ഗ്രോസറി പർച്ചേസ്. ഞാൻ നൈസായിട്ട് മറ്റേ ഹൈഫൻ്റെ ഇത് കഴിക്കലാക്കി. കാരണം എന്താ വെച്ചാൽ മെല്ലെ മെല്ലെ നടക്കുക. അതാകുമ്പോൾ കുറച്ച് സ്പീഡിൽ നടക്കാമല്ലോ. പിന്നെ നമുക്ക് സമയം എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ്. ചിക്കൻ്റെ സെക്ഷനാണ്. വിങ്സ് വേണ്ട. വിങ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? വിങ്സ് ആകുമ്പോൾ നല്ല ഇഷ്ടമല്ല സാധനം. അത് വിങ്സ് ഒന്നും വാങ്ങല്ല, ഞങ്ങളധികം
വേണ്ട പാല് വേണ്ട, ചിക്കൻ വേണ്ട പറഞ്ഞിട്ട് ചിക്കൻ എടുത്ത് വരുന്നേ. നടക്കില്ലല്ലോ. അപ്പൊ അതങ്ങ് ഏതെടുത്ത് നമുക്ക് വേണ്ടാത്ത സെക്ഷൻ കാണിക്കാൻ പാടില്ല. തൈര് വേണം, തൈര്. ഇതും വേണം. ഹായ്, നല്ല ഭംഗി. എനിക്കിത് വാങ്ങിച്ചു തരുമോ? ഇതെന്താ? ഓ ആവശ്യമുള്ള ഗ്രോസറി വാങ്ങാൻ വന്നതിന് അനാവശ്യമായിട്ട് അതില് ഫുള്ള് നോക്കാണ്ടിരുന്ന പ്രശ്നം തോന്നില്ല. എങ്ങോട്ട് വാങ്ങാം? തൈര് എടുത്തോ? വലിയ വലിയ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാണ്ട് എണ്ണ കയ്യിൽ വെച്ചാലോ? എണ്ണ തീരാനായിക്കണോ? ഏത് ടെമ്പററി ഇതാണോ വലുത്? വലുത് ഇവിടെ കിട്ടില്ല. ഇവിടെ ബ്രോ, I'm taking one. Why not? മറ്റേ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഐസിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും വലുത് നമ്മൾ എടുത്താണ്. ഭയങ്കര ടൈം എടുത്തത് ചെയ്യാൻ. ചെറിയത് കിട്ടും ഇവിടെ. ചെറുതെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മുടെ നാട്ടിലുള്ള ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ ഇഞ്ചി, ആവശ്യങ്ങൾ വരുന്ന സാധനങ്ങളാണ്. പിന്നെന്താ ഉള്ളി വേണ്ടേ? ഉള്ളിണ്ട്, ഉള്ളി വേണ്ട. അഞ്ചാറ വേണം. അഞ്ചാറാണോ? ഷുഗർ ഡയറ്റ് ആണ് ഇപ്പൊ. പക്ഷെ എന്താ വെച്ചാൽ കുനിഞ്ഞങ്ങട്ട് എടുക്ക്. പഞ്ചസാര കണ്ടു കഴിഞ്ഞാലേ ഓൾക്ക് പിന്നെ കഴിഞ്ഞു പോകും. ആ സൈഡാക്കും. കോഴിമുട്ടാണോ? വേണ്ട. മറ്റേ ഇനി റവ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കോഴിമുട്ട ആവശ്യം വരില്ലേ? ലൈഫിന്റെ മൈൻഡ് മാറി തുടങ്ങിയിട്ടുണ്ട്. വാലന്റൈൻസ് ഡേന്റെ സാധനം ഇങ്ങോട്ട് നമുക്ക് ഫുള്ള്. എന്താണ്? എനിക്കൊന്നും വേണ്ട, ഇക്കാക്ക് പറ്റിയ എനിക്ക് ഇഷ്ടപ്പെട്ട മിഠായി. എടുത്ത് നോക്കൂ. ഒരു 3-4 കുപ്പി ഇതെടുത്ത് നോക്കുക. വെള്ളം വേഗം പണിയെടുക്കട്ടെ. അങ്ങോട്ട് പൈപ്പ് വെള്ളം നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ കഴിയില്ല. ഗവൺമെന്റ് തന്നെ പറയുന്നത്. സോ നമ്മളെപ്പോഴും മിനറൽ വാട്ടർ കുടിക്കാൻ നല്ലത്. ഇത് അത്യാവശ്യം വീട്ടില് എല്ലാവരും കരുതുന്നൊരു സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങാൻ കഴിയാത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും വാങ്ങാൻ പറ്റില്ല. സോ നമ്മൾ മാക്സിമം സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം വീട്ടിൽ. പിന്നെ എന്തത്? ഇത് പിസ്ത നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. ഞാനൊരു എണ്ണ വാങ്ങിയിട്ട് ഞാൻ പൊളിച്ചു കൊടുക്കണം. ഒറ്റക്കിരുന്ന് പൊളിക്കില്ല. സേഫ്റ്റിക്ക് ഉപ്പ് കഴിയാനായിരിക്കും. അപ്പൊ ഉള്ളത് കുറച്ചും കൂടി നമുക്ക് ഉള്ളത് നല്ലതായിരിക്കും. ഇങ്ങോട്ട് നോക്ക്. സൈഡ് ഇവിടെ ഒന്നും കണ്ടില്ല. ഗീയൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ. നമ്മളെ നാട്ടിലത്തെ മറ്റേ മിച്ചർ ഒരു സാധനം ഉണ്ട് അവിടെ. ഇതെങ്ങനെ വെക്ക് വെച്ചു? ആകുമ്പോ തട്ടല്ല കേട്ടോ. ചള്ള ഇതൊക്കെ ആവശ്യമില്ല സാധനം. ഓക്കെ. വഴിക്കൂടെ നടന്നുള്ള ചട്ടികളൊക്കെ നോക്കി നടക്കുക. അപ്പോൾ ഞാൻ എന്ത് പറ്റി, ഓൾക്ക് ട്രോളി വെള്ളം കൊടുത്തു വീണ്ടും. അതാകുമ്പോൾ പിന്നെ അത് നോക്കുമല്ലോ. നടക്കിന് മറ്റേ ഫ്രോസൺ ഐറ്റംസ് നോക്കണ്ട കുറച്ച്. നമ്മൾ വലിയ പർച്ചേസിനൊക്കെ വേണ്ടി ചെറിയ പർച്ചേസ് ആയിട്ട് ചെയ്തുള്ളൂ. പക്ഷെ ബില്ല് വരുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. ഹൈഫോ അവിടെ എത്തിയാൽ തുടങ്ങും. കേക്ക് വേണം, അത് വേണം. എന്നിട്ട് ഇങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടേ കളയും. ഒരു പ്രാവശ്യം ഈ മൂച്ചി വേണം വേണ്ടി സാധനം വാങ്ങിയിട്ട് അല്ല ആ സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊണ്ടേ കളഞ്ഞു പോകുന്നത്. അത് കഴിച്ച നീ? അത് കഴിച്ചല്ലോ. അത് കഴിച്ച നീ? കഴിക്കില്ല, കൊണ്ടേ കളയും. ഇങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങുക, അവസാനം കൊണ്ടേ കളയുക. അതൊക്കെ തന്നെ വേണില്ലേ? ഇങ്ങോട്ട് ആന് തള്ളുങ്ങണ്ട്. ഇങ്ങോട്ട് വരട്ടെ, വാങ്ങണ്ട്.
ആ അതിന്റെ ഉള്ളിൽ കേറിയിരിക്കും. അതിന്റെ ഉള്ളിൽ കേറിയിരിക്കും. ചെമ്മീൻ, പാക്കറ്റ് ചെമ്മീനാണ്. അപ്പോൾ വൃത്തിയാക്കിയ സാധനമാണ്. ജസ്റ്റ് നമ്മൾ ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ അധികമൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ഉള്ളതുകൊണ്ട്. ഇതൊക്കെ എന്താ സിനുവിൻ്റെ ഗാർലിക് ബ്രെഡും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞതാ. ഇനി മിഠായി നോക്കി ഇങ്ങോട്ട് എടുക്കുക. ഇനിവാ പോവാ, കഴിഞ്ഞില്ലേ? ചോക്ലേറ്റ് ഉണ്ട് അവിടെ നിന്നോണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഇങ്ങനെ വാങ്ങാൻ കഴിക്കുക, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം ഷുഗർ ഡയറ്റ് ആണെന്ന്. ഇത് സ്ഥിരം ഹോബി ആയിക്കണം. നമ്മൾ ആൾക്കാരെ രസം. നമ്മളെ നാട്ടിലത്തെ മറ്റേ സപ്പോട്ട പോലെയൊക്കെ അല്ലേ? എന്ത് കിവിക്കോ? അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞു. ഹൈഫയ്ക്ക് ഭയങ്കര സന്തോഷമായി ഷോപ്പിംഗ് കഴിഞ്ഞാൽ. ഇതാണ് ഹൈഫിൻ്റെ ചെറിയ ഷോപ്പിംഗ്. വലിയ ട്രോളി എടുത്തിട്ട് അതിൽ ചെറുതാക്കിയിട്ട് പറഞ്ഞാൽ വലിയ ട്രോളി എടുത്ത് പറഞ്ഞാൽ മൊത്തം നിറച്ചിട്ട് വന്നിരിക്കുകയാണ് അവള്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ ഗ്രോസറി ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ലോഡ് ചെയ്ത് വീട്ടിൽ പോകണം. ലൈഫാ, അപ്പോൾ എല്ലാവർക്കും ബായ് പറയല്ലേ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്. ഹൈഫ അവിടെ അടുക്കളേൻ്റെ തിരക്കിലാണ്. അതെ, ഞാനിങ്ങനെ നോക്കി നിൽക്കാൻ വിചാരിച്ചോളൂ ചെയ്യട്ടെ. എപ്പോഴേനൊക്കെ ഒരു പണിയെടുക്കണ്ടേ? എപ്പോഴും നമ്മളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുക. സൂര്യൻ ഇങ്ങനെ കണ്ണിക്കടിച്ചിട്ടേ ഒന്നുകൊണ്ട് ഇതാണുള്ള. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ബായ്.